ഫാർമസിസ്റ്റിന്റെ എണ്ണം കുറഞ്ഞതോടെ രോഗികൾ ദുരിതത്തിലായി. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഫാർമസിയിലുള്ള 2 ഫാർമസിസ്റ്റുകളിൽ ഒരാൾ 2 ആഴ്ച മുൻപ് മെഡിക്കൽ ലീവിൽ പോയതോടെയാണ് മരുന്നെടുത്ത് നൽകാൻ ഒരാൾ മാത്രമായത്. ഇതോടെ നിത്യേന 600-ലേറെ രോഗികളെത്തുന്ന മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ മരുന്നിന് കാത്തു നിൽക്കേണ്ടി വരുന്നത് മണിക്കൂറുകളാണ്. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ PSC വഴി നിയമിച്ച ഒരു ഫാർമസിസ്റ്റും NRHM വഴി നിയമിച്ച താൽക്കാലിക ജീവനക്കാരിയായ ഒരു ഫാർമസിസ്റ്റുമടക്കം 2 പേരാണ് ഫാർമസിയിൽ ജീവനക്കാരായുള്ളത്. ഇതിൽ PSC വഴി നിയമിച്ച ഫാർമസിസ്റ്റ് 2 ആഴ്ച മുൻപ് മെഡിക്കൽ ലീവിൽ പോയതോടെയാണ് മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെത്തുന്ന രോഗികൾ മരുന്നിനായി മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ടായത്. ദിവസവും 600-ലേറെ രോഗികൾ ഇവിടെ എത്തുന്നുണ്ട്. എന്നാൽ മരുന്നെടുത്ത് നൽകാൻ ഒരാൾ മാത്രമായതോടെയാണ് മരുന്നിന് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട സ്ഥിതിയുണ്ടായത്. ഇത് ഇവിടെ എത്തുന്ന രോഗികളായവർക്കും പ്രായം ചെന്നവർക്കുമാണ് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നത്. ഇവിടെ 2-3 മണിക്കൂറായി ക്യൂ നിൽക്കുന്നു. അമ്മയ്ക്കാണ് സുഖമില്ലാതെ അമ്മ അവിടെ കിടക്കുകയാണ്. ഒന്നും മരുന്ന് കിട്ടുന്നില്ല. 2-3 മണിക്കൂറിൽ ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാർ കുറവാണ്, അതുകൊണ്ടാണ്. പണ്ടൊക്കെ നല്ല ആസ്പത്രിയായി, ഇപ്പോൾ ആസ്പത്രിയൊക്കെ മോശമായി. എന്താ വെച്ചാൽ നല്ലൊരു മരുന്ന് എടുത്തു കൊടുക്കാനുള്ള പ്രാക്ടീസ് ഇല്ല, ആൾക്കാരില്ല. OP ടിക്കറ്റിന് ഏറെ നേരം വരി നിന്ന് ഡോക്ടറെ കാണിച്ചു വന്നതിന് ശേഷം മരുന്നിനും മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് ഇവിടെ എത്തുന്ന രോഗികൾക്കുള്ളത്. അത് ഇവിടെ മരുന്ന് നോട്ടം മരുന്ന് കൊടുത്ത് തീരില്ല, അതാണ് പ്രശ്നം. കുറേ എന്താ വെച്ചാൽ ക്ഷീണം കൊണ്ട് തലമിന്നൽ വരുന്നുണ്ട്, നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ഡോക്ടറത്തെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഇരുന്ന് കൊണ്ട് പെട്ടെന്ന് ഇരുന്നാൽ കുറച്ചു നേരം ഇരിക്കാത്ത ക്ഷീണം മാറ്റണ്ടാവും. ഡോക്ടറെ കാണിച്ചു ഇവിടെ എത്തിയില്ലേ, യാതൊരു ഭയങ്കര തിരക്കാണ്, ആളില്ല മരുന്ന് വാങ്ങാനേ. നിൽക്കാനിരിക്കേണ്ടത് അത്ര ആളെ വേക്കിലൊക്കെ കണ്ടില്ലേ. ഒരാൾ ലീവ് എടുത്തതോടെ ഓമശ്ശേരിയിലെ ഫാർമസിസ്റ്റിന് ആഴ്ചയിൽ 2 ദിവസം മുക്കത്ത് ചുമതല നൽകിയിരുന്നു. എന്നാൽ ഇവർക്ക് ഫാർമസിയിലെ സ്റ്റോക്ക് എൻട്രി ഉൾപ്പെടെയുള്ള ജോലി ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് മരുന്നെടുത്ത് നൽകാൻ കുറഞ്ഞ സമയം മാത്രമേ കഴിയാറുള്ളൂ. എന്നാൽ രോഗികളുടെ പ്രയാസം മനസ്സിലാക്കി സർക്കാരോ മുക്കം നഗരസഭാ അധികൃതരോ കൂടുതൽ താൽക്കാലിക ഫാർമസിസ്റ്റുകളെ നിയമിച്ച് രോഗികൾക്ക് പെട്ടെന്ന് മരുന്ന് നൽകാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് നാട്ടുകാരുടെയും രോഗികളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുക്കം.